നമുക്ക് വൈകുന്നേരത്തെ ചില പ്രകൃതി കാഴ്ചകൾ നമുക്കൊന്ന് പിടിക്കാം. എൻ്റെ വീടിന് ചുറ്റും ഒന്ന് നമുക്ക് നടന്നു പോരാം. എങ്ങനെയുണ്ട്? ഈ ഏകദേശം ഒരു 5:30 മണി 6 മണി സമയമായി കാണും. എന്തൊക്കെയാണ് നമ്മുടെ വീടിന് ചുറ്റും ഉള്ള കാഴ്ചകൾ എന്ന് നമുക്കൊന്ന് നോക്കി വന്നത്. ചെരുപ്പൊക്കെ ഒന്ന് ഇട്ട് നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വീടിൻ്റെ കാഴ്ച ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഫ്രണ്ടിൽ ഈ ഒരു ഷെഡിൽ നമ്മുടെ റെഡിഗോ കാറ് നിർത്തിയിട്ടുണ്ട്. ഇവിടെ തെങ്ങും കാര്യങ്ങളും ഒക്കെ കാണാം. ഈ സൈഡിൽ പ്രകൃതിക്ക് അസാമാന്യമായ അപൂർവഭൂതമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഉള്ളത്. ഈ വാഴകളും എല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു അതിമനോഹരമായ ഒരു പ്രകൃതിയുടെ ദൃശ്യം, ഒരു എക്കോസിസ്റ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടോ, അത് ഫ്രണ്ട് കാണുന്ന റോഡ് തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ കിഡ്നാപ്പർ ഓമ്നി ഇവിടെ കിടപ്പുണ്ട്. കിഡ്നാപ്പർ ഓമ്നിയുടെ പഴയ വീഡിയോ നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യുക. ഇത് LPG കിറ്റ് കയറ്റി എന്നുള്ള ഒരു വിശേഷം അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഞാൻ പിന്നീട് ഒരു വീഡിയോ ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വേണ്ടോ ഇങ്ങനെ സൂപ്പറായിട്ട് നമ്മുടെ വീടിൻ്റെ ഈ ഒരു സൈഡിൻ്റെ ഒരു നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവും. ഈ സൈഡ് ഇത് വീടിൻ്റെ ഒരു പടിഞ്ഞാറ് ഭാഗമാണ്. ഓക്കെ, ഇത് നമ്മുടെ വീടിൻ്റെ മേൽഭാഗം, നമ്മുടെ പഴയ ഭാഗം. ഇത് റിനോവേഷൻ ചെയ്തു. പിന്നെ ഈ സൈഡ് ഇത് വേറെ ആൾക്കാരുടെ പറമ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയും ഈ സമൃദ്ധമായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വാഴകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അയൽ വീട്ടിലെ എന്താ പറയുക, അയൽക്കാരൻ്റെ ഒരു പ്ലാവ് സ്വാഭാവികമായിട്ടും കുറേ ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് പണ്ട് മുതൽക്കേ ഒരു ഡിസ്പ്യൂട്ടുള്ളൊരു സാധനമാണ്. എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം. ഇതുണ്ടെങ്കിൽ അതിലൊക്കെ അവരുടെ ഇങ്ങനെ ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി ആളെ വിളിച്ച് പറയണം. നമുക്ക് റിസ്ക്കാണത്. ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ അത് ഫുൾ ഈ ചെടിയൊക്കെ വന്നിട്ട് അതിൻ്റെ പ്രഷർ കൊണ്ട് ഇങ്ങോട്ട് ചാരി നിൽക്കുകയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഷെഡ് ഇതാണ്. ഈ ഷെഡിൻ്റെ ഇപ്പുറത്തുള്ള എക്കോസിസ്റ്റം എന്ന് പറയുന്നതാണ് ഒരു ഗംഭീര എക്കോസിസ്റ്റം. അതിലേക്ക് പോവാം. അതിന് മുമ്പ് ഈ സൈഡ് നമ്മൾ കാണുന്ന നമ്മുടെ വീടിൻ്റെ ഒരു യൂറോപ്യൻ ശൈലിയിലുള്ള ഒരു ലുക്ക് ഇതാണ്. കേട്ടോ, നമുക്ക് ഇതെല്ലാം നമ്മുടെ പഴയ പോർഷൻ പുതിയ പോർഷൻ എല്ലാം കൂടി ചേർന്ന് സമ്മിശ്രമായി കിടക്കുന്ന ഒരു വിഷ്വലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ അഗെയിൻ ഇതുവഴി പോകാമെന്ന് വിചാരിക്കുക. ഈ സാധനം ഇതൊരു വീട് പണി ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ നമ്മൾ എന്താ പറയുക, ഈ മണ്ണിടിച്ച് നിരത്താൻ വേണ്ടി ഉപയോഗിച്ച സാധനമായിരുന്നു. തന്നെ ഒരു ദിവസം വീണ് കിടക്കണ്ടായിരുന്നു താഴേക്ക്. അപ്പോൾ നന്നാക്കി വെച്ചു. പിന്നെ സൈഡിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെയൊക്കെ നല്ല പ്രകൃതി മനോഹാരിത നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഒരു ഗംഭീര എക്കോസിസ്റ്റമാണ്. ശരിക്കും ഞാൻ പൊതുവേ പറയും, നമുക്ക് നമ്മുടെയൊക്കെ വീടിൻ്റെ ചുറ്റും തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു എക്കോസിസ്റ്റം ഉണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ഓക്സിജൻ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. ഞാണ്ടോ ഇവിടെ ഈ അതിർത്തിയൊക്കെ പ്രശ്നമാണ്. അതൊന്നും ഇവിടെ ഇല്ല. ഇതൊക്കെ ഇൻട്രോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതികളാണ്, പ്രശ്നമാണത്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കൊതുകടി കിട്ടും കേട്ടോ. ഇഷ്ടംപോലെ കൊതുകടി കിട്ടും. ഇവിടെ ഗംഭീരമായിട്ടുള്ള എക്കോസിസ്റ്റമാണ് നമുക്ക് നമ്മുടെ വീടിന് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ വീടിന് ചുറ്റുമുള്ള ഊട്ടി എന്ന് പറഞ്ഞിട്ട്. അന്ന് ഇതിനേക്കാളും കൂടുതൽ എന്തുണ്ടായിരുന്നു, പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അത്രമാത്രം പുല്ല് ഇല്ല. ബിക്കോസ് ഞങ്ങളൊന്ന് പുല്ലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി. വീടിന് ചുറ്റും നടക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ചില ഒരു എക്കോസിസ്റ്റം, ഒരു ആവാസ വ്യവസ്ഥ നമുക്കിവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് തന്നെ അത് ഗുണമാണ് ഭാവിയിൽ. ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ശുദ്ധമായിട്ടുള്ള ഓക്സിജനാണ് നമുക്ക് എൻ്റെ വീടിനകത്തേക്ക് പോവുക. മനസ്സിലാവുണ്ടോ? ഇത് വീടിൻ്റെ കിഴക്ക് ഭാഗമാണ്. ഓക്കെ, ഞാൻ നിൽക്കുന്നത് വീടിൻ്റെ കിഴക്ക് ഭാഗം. ഓക്കെ, എൻ്റെ വീട് നിൽക്കുന്ന ആ സൈഡ് പടിഞ്ഞാറ് ഭാഗം. ഇവിടെ നിന്ന് കാറ്റടിക്കുമ്പോൾ ശുദ്ധമായിട്ടുള്ള കാറ്റ് മുഴുവൻ നമുക്ക് നമ്മുടെ വീടിൻ്റെ സൈഡിലേക്ക് പോകും. അതൊരു മനോഹരമായിട്ടുള്ള കോൺസെപ്റ്റാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വെള്ളം ഒഴുകി പോവാത്ത ഒരു പ്രശ്നമാണല്ലോ ഈ വെള്ളപ്പൊക്കം, വീടിനകത്തേക്ക് വെള്ളം കയറുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇത്രയും ഭാഗം വെറുതെ ഇട്ടിരിക്കുക. ഇത്രയും ഭാഗം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ കുറച്ച് തെങ്ങുകളുണ്ട്, കണ്ടോ, ഒറ്റപ്പെട്ട കുറച്ച് തെങ്ങുകളുണ്ട്, അത് കാണാൻ സാധിക്കും. പിന്നെ കുറേ പ്ലാവ്, പിന്നെ പുളിമരം, അങ്ങനെ ഓരോ സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും.
അവിടെ നമ്മുടെ വീട് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ അയൽ വീട് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു വലിയ കുഴിയുണ്ട്, ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ സൈഡിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ആ വീടിൻ്റെ ഞാൻ കാണിച്ചിട്ടുള്ള ആ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനിൽ നിന്ന് വരുന്ന വെള്ളം കംപ്ലീറ്റ് ഈ സൈഡിൽ കൂടെ ഒഴുകിയിട്ട് ഇങ്ങനെ ഇവിടെ വലിയ കുഴിയുണ്ട്, ഈ കുഴിയിൽ നിറയും. ഇതാണ് മഴക്കാലത്ത് ഇവിടെ ജലസംഭരണി പോലെ ആയി മാറും. ഇവിടെ ഫുൾ ഇവിടെ വെള്ളം ഈ ഭാഗത്തേക്ക് നമുക്ക് നോക്കി കാണാം. ഇപ്പോഴും വെള്ളം കെട്ടി നിന്നതിൻ്റെ പാടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു, ആ പ്ലാവ് മരം പോയി. അതുപോലെ ഇവിടെ ഒരു പ്ലാവ് നമ്മൾ നിലനിർത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇവിടെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഈ പ്രാണികളുടെ ഈ പുൽച്ചാടികളുടെയൊക്കെ സൗണ്ട് നമുക്ക് കേൾക്കാം. ഇതുണ്ടോ? ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഒരു ഹൊറർ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രതീതിയാണ് നമുക്ക്. നമ്മുടെ തന്നെ ഷോർട്ട് ഫിലിമിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറേ സംഭവങ്ങൾ നമുക്കിവിടെ തന്നെ നമ്മുടെ ഈ ഭാഗങ്ങളിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഭാഗം കാണുമ്പോൾ നല്ല പ്രകൃതി മനോഹാരിത തന്നെയാണ്. ഈ ആകാശത്തിൻ്റെ ഫ്രെയിമൊക്കെ നോക്കൂ, എന്ത് ഭംഗിയാണ് കാണാനല്ലേ, സൂപ്പർ. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനൊരു പ്രോപ്പർട്ടി നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ളത് കാരണം നമുക്ക് ബെസ്റ്റാണ്. നമുക്ക് ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ ഇവിടുന്ന് അങ്ങോട്ട് കിട്ടും. തൊട്ടടുത്ത വീട് ഉണ്ട്, നമ്മുടെ വീടാണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള കാറ്റൊക്കെ സുഖമായിട്ട് അങ്ങോട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക്, ഞാൻ അന്നും ആ പഴയ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഈ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഒരു വിരസത വരും. കാരണം നമ്മുടെ ജീവിതശൈലി മാറി വരുന്നതിൻ്റെ പ്രശ്നം. കാരണം മുമ്പൊക്കെ ആണെന്ന് വെച്ചാൽ കുളിക്കാനെങ്കിലും ടോയ്ലറ്റിൽ പോകാനെങ്കിലും ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങും. ഇന്നിപ്പോൾ ഈ ടോയ്ലറ്റും കുളിമുറിയും എല്ലാം വീട്ടിനകത്ത് വന്നത് കാരണം സ്വാഭാവികമായിട്ടും ഒന്നിനും ഒരു വ്യക്തിയും പുറത്തിറങ്ങുന്നില്ല. അപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ ഒരു ബാത്റൂം പുറത്തുണ്ട്, ഞങ്ങൾ അവിടെ വന്നിട്ടാണ് കുളിക്കും ഒക്കെ ചെയ്യുമായിരുന്നത്. ഇപ്പോൾ അകത്തേക്ക് വന്നാലും ഞങ്ങൾ ഒക്കെ ആ ഒരു നൊസ്റ്റാൾജി നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ പുറത്ത് തന്നെ, എനിക്ക് പുറത്ത് കുളിച്ചാലേ ഒരു സംതൃപ്തി കിട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ജീവിതശൈലി മാറുമ്പോൾ എല്ലാവരും മടിയന്മാരാവുന്നു. പ്രകൃതിയുമായിട്ടൊരു കണക്ഷൻ ആൾക്കാർക്ക് കിട്ടാതെയാവുന്നു. ഇതൊരു പട്ട വീണെടുക്കുന്നുണ്ടോ? നമ്മുടെ ഈ തെങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് വീണ് കിടക്കുന്ന പട്ടയാണ്. ഇവിടെ കുറേ തേങ്ങയൊക്കെ കിട്ടും. ഒന്ന് വിശദമായിട്ട് ഒന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ തേങ്ങ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ വന്ന ആ വഴിയായിരുന്നു. ഇങ്ങനെ ഞാൻ ഇത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു, ഈ ഭാഗം മുഴുവൻ കാണിച്ചു തന്നു. പിന്നെ ഇവിടെ ഒരു തെങ്ങ് നിൽക്കുന്നുണ്ട്. ഇതും തേങ്ങയൊക്കെ അത്യാവശ്യമുണ്ട്. പക്ഷേ ഇവിടുത്തെ വലിയ പ്രശ്നം എന്താ അറിയോ, നമുക്ക് നാട്ടിലെ തേങ്ങ ഇടാൻ ആൾക്കാർ വളരെ കുറവാണ്. താഴെയൊക്കെ നോക്കി നിന്ന് നടന്നില്ലെങ്കിൽ അല്ല പാമ്പോ മറ്റേ ഉണ്ടാവും, നമുക്കറിയില്ല. നോക്കട്ടെ. ഈശ്വര ദൈവമേ, പ്രകൃതിയൊക്കെ കൊള്ളാം. പക്ഷേ ഈ ഫുൾ കാടാണ്. ഇതൊക്കെ വെട്ടിപ്പിച്ചാണ് ആക്ച്വലി. വെട്ടിയിട്ടും ഈ കാട് ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. ഞാൻ ഒരു റൗണ്ട് അടിച്ച് ഇങ്ങനെ പോകുന്നതാണ്. ഞാൻ വന്നത് ആ വഴിയായിരുന്നു, കറങ്ങി തിരിഞ്ഞ് ആ വഴി ഇങ്ങനെ വന്നു. അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങനെ ഇതുവഴി കയറി ഇങ്ങനെ എത്തുക. അപ്പോൾ നമ്മുടെ ചുറ്റും തന്നെ ഒരു എക്കോസിസ്റ്റം, ഒരു ആവാസ വ്യവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ റൗണ്ട് അടിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ വീടിൻ്റെ ബാക്ക് പോർഷനിലേക്ക് എത്തി. ഇപ്പോൾ നമ്മൾ റിനോവേഷൻ ചെയ്തിട്ടുള്ള ഒരു ബാക്ക് പോർഷനാണത്. പിന്നെ ഇതിന് ചുറ്റും പോയി കഴിഞ്ഞാൽ അതേണ്ടോ, നമുക്ക് ഇപ്രാവശ്യം ഓണത്തിന് കുമ്പളങ്ങ കിട്ടി ഗൈസ്. ഇതൊരു കുമ്പളങ്ങ കിട്ടി ഗൈസ്. ഇതൊരു കുമ്പളങ്ങ ഉണ്ടോ. പിന്നെ ഒരു വലിയ കുമ്പളങ്ങ ഞങ്ങൾ ഇപ്രാവശ്യം ഓണത്തിന് നമ്മൾ യൂസ് ചെയ്തു. ഓണത്തിന് ഗംഭീരമായിട്ട് ഞാൻ കഴിഞ്ഞ ഓണം വീഡിയോ ഇട്ടതിൽ ഇതുകൊണ്ട് ഈ കുമ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടുകറി ഒക്കെ ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണുക. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വീടിൻ്റെ ഈ പോർഷനിലേക്ക് എത്തി. ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ വെള്ളം ഒഴുകി വരുന്ന ഭാഗം. ഈ വെള്ളം ഒഴുകി വന്നിട്ട് നമ്മൾ സ്പേസ് കൊടുത്താൽ ഇതിൽ കൂടെ ഇങ്ങനെ പോയിട്ടാണ് ഈ വെള്ളം അങ്ങനെ ആ തൊടിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് വെള്ളക്കെട്ടോ വീടിനകത്തേക്ക് വെള്ളം കയറുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് ഇവിടെ കംപ്ലീറ്റ് അടച്ചു കെട്ടി വെള്ളത്തിന് പോകാനൊരു മാർഗ്ഗമില്ലാതെ ഇവിടെയും കുറേ വീടൊക്കെ വെച്ച് ഇങ്ങനെ ആയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും വെള്ളം കുടുങ്ങിക്കഴിഞ്ഞാൽ വെള്ളത്തിന് പുറത്തേക്ക് പോകാനുള്ള വഴിയില്ല. അപ്പോൾ വെള്ളം വീടിനകത്തേക്ക് കയറും. അപ്പോൾ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഈ വെള്ളം ഒഴിഞ്ഞ് പോകാനുള്ള ഒരു മാർഗ്ഗം വെള്ളത്തെ ഇട്ട് കൊടുക്കുക എന്നല്ലാതെ വേറൊരു മാർഗ്ഗങ്ങളും എൻ്റെ മുമ്പിലില്ല. നമ്മൾ കിണർ കണ്ടോ, ഈ കിണറൊക്കെ സ്വാഭാവികമായിട്ടും ഇത് കുറച്ചുകൂടെ വെൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് കുറേയൊക്കെ ഇതിനകത്ത് ചെടിയും എന്താ പറയുക അതുമായി ബന്ധപ്പെട്ട കുറേ
പായലും എല്ലാം കിടക്കുന്നുണ്ട്. അത് പിന്നെ ഈ കാറ്റുകാലം വന്നു കഴിഞ്ഞാൽ, ഡ്രൈ സീസൺ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ശരിയായിക്കോളും. ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾ പുറത്തുള്ള കുളിമുറി കണ്ടില്ലേ, അതിതാണ് ഞങ്ങളിവിടെ എപ്പോഴും ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. സുഖമായിട്ട് നമുക്ക് വിശാലമായിട്ട് നമുക്ക് കുളിക്കാം. ഇവിടെ നിന്ന് കുളിച്ചാലേ എനിക്കൊക്കെ ഒരു സംതൃപ്തി കിട്ടുള്ളൂ. അതൊരു സത്യം. ശീലിച്ചുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഒരു ക്ലോസ്ട്രോഫോബിക് ഫീലിംഗ് ഉണ്ടാവില്ല, നമുക്കൊരു കൺജഷൻ ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പോയത് ഇതുവഴിയായിരുന്നു കേട്ടോ, ഇതുവഴിയായിരുന്നു പോയത്. ഞാനൊന്ന് കറങ്ങി തിരിഞ്ഞ് അതിൽ കൂടെ പോയിട്ട് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ കയറി വന്നു. അപ്പോൾ നമ്മൾ എഗെയിൻ പുറപ്പെട്ട ഭാഗത്ത് എത്തി. എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം റൗണ്ട് അടിച്ച് വന്നു. ഇതാ നമ്മുടെ കാർ ഷെഡ്, നമ്മുടെ ഓമ്നിയുടെ വിശേഷങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് രസകരമായിട്ട് വീഡിയോ നിങ്ങൾ കാണണം. ഓക്കെ, നമ്മുടെ കിഡ്നാപ്പർ ഓമ്നി, നമ്മുടെ ബൈക്ക്, പിന്നെ ഇവിടെ ഒരു ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു ഉഷയുടെ തയ്യൽ മെഷീൻ നമ്മൾ പുറത്താക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ശ്രീവർദ്ധൻ്റെ സൈക്കിൾ അവനത് നവീകരിച്ച് ബ്ലാക്ക് പെയിൻറ്റ് കടിച്ച് നിർത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് എത്തി. നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷെഡ് റെഡി ഗോ റോഡ്. ഓക്കെ, അപ്പോൾ ചുമ്മാ ഈവനിങ് ഒരു വൈബ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓപ്പോസിറ്റ് വീട്, ഇന്നൊരു ചേച്ചിയുടെ മുന്നിൽ നമ്മുടെ വീട് ഉണ്ടോ, റോഡ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു എക്കോ സിസ്റ്റം കിടക്കുന്നത്. അവിടെ ഒരു വീട് കാണാം. ഓക്കെയാണ്. അപ്പോൾ കറങ്ങി തിരിഞ്ഞ് നമ്മളേക്കും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി ഗൈസ്. വീടിൻ്റെ ഫ്രണ്ടിലെത്തി വീട്ടിലോട്ട് കയറട്ടെ. ഇത് കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ നിറയെ പുല്ലുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 1 വീക്ക് ബാക്കാണ് ഇവിടെയൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചത്. ചേട്ടത് ഫുള്ള് കാടായിരുന്നു. കാട് മീൻസ് ഒരു ഒടുക്കത്തെ കാടായിരുന്നു ഈ ഭാഗത്ത് മുഴുവൻ. ഇപ്പോൾ ഒരു വൃത്തിമനയൊക്കെ വന്നു. അപ്പോൾ ശരി ഫ്രണ്ട്സ്, സീ യു ഇൻ അനദർ വീഡിയോ. ഇത് ചുമ്മാ ടൈം പാസിന് വേണ്ടി ഇനി ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ ബൈ.